ദുൽഖഅദ മാസം, ആ മാസം വരുമ്പോൾ നമ്മൾ അറിയേണ്ട, ചെയ്യേണ്ട, പറയേണ്ട, മനസ്സിലാക്കേണ്ട, ജീവിതത്തിൽ നിത്യമായി കൊണ്ടുപോവേണ്ട ഒരു 11 കാര്യങ്ങളുണ്ട്. 11 കാര്യങ്ങൾ ദുൽഖഅദ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ദുൽഖഅദ മാസം നമുക്ക് എന്താക്കാം, അനുകൂലമായ സാക്ഷിയാക്കാൻ പറ്റും. അതുപോലെ തന്നെ ദുൽഖഅദ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട വാക്ക് ഏതാണ്? ഇപ്പൊ ചൂട് കൂടുതലാണ് അല്ലേ, ചൂട് ഒരുപാട് കൂടുകയാണ്, ആളുകൾ ഇങ്ങനെ AC വാങ്ങാൻ ഒരുങ്ങുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിസിറ്റി അല്ലെ, നമുക്ക് ആവശ്യത്തിനുള്ള കറണ്ട് ഇല്ല, അങ്ങനെ ഒരു വലിയ പ്രയാസത്തിൽ ഇരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ഏത് ദിക്റാണ് ഈ പ്രയാസങ്ങൾ മാറാൻ പറയേണ്ടത്? ഇൻഷാ അല്ലാഹ് വിശദമായി ദുൽഖഅദ മാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്ന ഇന്നത്തെ ക്ലാസ് നിങ്ങൾ അവസാനം വരെ കാണണേ, മറ്റുള്ളവർക്ക് കൂടി ഇത് എത്തിച്ചു കൊടുക്കണേ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, പ്രിയം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ശിഫാ തരട്ടെ. എല്ലാവിധ ആപത്ത് മുസീബത്തുകളെ തൊട്ട് അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നല്ല കഠിനമായ ചൂടിൻ്റെ കാലാവസ്ഥയിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത്. ഒരുപാട് പേർക്ക് ഈ ചൂടുമായി ബന്ധപ്പെട്ട് ഒരുപാട് രോഗങ്ങൾ വന്ന് ഹോസ്പിറ്റലിലാണ്. അങ്ങനെ പല ആളുകൾക്കും പല വിഷമങ്ങളാണ്, സങ്കടങ്ങളാണ്. നമ്മുടെ ദുനിയാവിൽ നമുക്കുണ്ടാകുന്ന ചൂടെന്ന് പറഞ്ഞാൽ അത് നരകത്തിൻ്റെ ചൂടിൻ്റെ ഒരു അംശമാണെന്നാണ്. യാ അല്ലാഹ്. അപ്പോൾ നമ്മളൊന്ന് ഓർത്തു നോക്കിയാൽ നമുക്ക് AC ഇല്ലാതെ, ഫാൻ ഇല്ലാതെ, നമുക്ക് ഫാൻ ഉണ്ടായിട്ട് നല്ല ചൂട് കാറ്റ് വന്ന് ആർക്കും ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇന്ന് പത്രമാധ്യമങ്ങളിൽ കാണുന്നു AC വാങ്ങുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. AC വാങ്ങിയ ആളുകൾ പിന്നെയും AC വാങ്ങിക്കൊണ്ടിരിക്കുക. കാരണം ഒരു റൂമിൽ പോരാ, 2-3 റൂം ഉണ്ടെങ്കിൽ എല്ലാ റൂമിലും വേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാറി. അപ്പോൾ അതികഠിനമായ ചൂടുള്ള ഒരു കാലാവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത്. വരുന്ന വർഷങ്ങളിൽ ഇതിനേക്കാൾ ചൂടായിരിക്കുമെന്നൊക്കെ നമുക്ക് പത്രമാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഒരു പരീക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തആല ചൂടുമായി ബന്ധപ്പെട്ട എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമുക്ക് നല്ല സമൃദ്ധമായ, നമുക്ക് ആവശ്യമായ മഴയെ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും നിങ്ങളൊക്കെ ദുആ രക്കണം. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ദുആ രക്കാം. അല്ലാഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ചൂടുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം രോഗങ്ങൾ, ഇപ്പോൾ പനിയും അതുപോലെ മറ്റ് രോഗങ്ങൾ, ചർമ്മ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങളൊക്കെ വർദ്ധിക്കുന്നൊരു കാലമാണ്. എല്ലാ അസുഖങ്ങളെ തൊട്ടും അല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ഇസ്ലാമിക് കലണ്ടർ, ഹിജ്റ കലണ്ടറിലെ 11ാമത്തെ മാസമാണ് പരിശുദ്ധമായ ദുൽഖഅദ മാസം. ദുൽഖഅദ മാസം. ഇനി അത് കഴിഞ്ഞ് ദുൽഹിജ്ജ മാസം, ഹജ്ജിൻ്റെ മാസം. ഹജ്ജിൻ്റെ മാസം കഴിഞ്ഞാൽ പിന്നെ മുഹറം വരവായി അടുത്ത ഒരു ഹിജ്റ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പല ആളുകൾക്കും ഉസ്താദ് ഈ മാസം എങ്ങനെയാ, റജബാണോ ആദ്യം, മുഹറം കഴിഞ്ഞാൽ പിന്നെ ഏത് മാസം, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം നമുക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, അത് നമുക്കിങ്ങനെ കിട്ടും. അതുപോലെ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, അങ്ങനെ അതും പല ആളുകൾക്കും ഒരുപക്ഷെ കിട്ടും, കിട്ടാറില്ല. പക്ഷേ ഇതൊന്നും കിട്ടിയില്ല എങ്കിലും, അറബി കിട്ടിയില്ലെങ്കിൽ വളരെ കഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മളൊക്കെ മുസ്ലിമീങ്ങളല്ലേ, മുസ്ലിമീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പോലും അറബി മാസം അറിയില്ല എങ്കിൽ പിന്നെ ആർക്കറിഞ്ഞിട്ട് എന്ത് കാര്യം? അപ്പോൾ അതുകൊണ്ട് നമ്മളും ഈ അറബി മാസം ഒന്ന് ഓർഡറാക്കി പഠിച്ചു വെച്ചാൽ വളരെ ഹൈറാണ്. മുഹറമാണ് തുടക്കമാസം. മുഹറം, സഫർ, റബിയുൽ അവ്വൽ, റബിയുൽ ആഖിർ, ജമാദുൽ ഊല, ജമാദുൽ ഉഖ്റ, റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, 12 മാസം. അതിൽ 11ാമത്തെ മാസമാകുന്ന ദുൽഖഅദ മാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ആ ദുൽഖഅദ മാസത്തിൽ നമ്മൾ അറിയേണ്ട, ചെയ്യേണ്ട, പറയേണ്ട, മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് 11 കാര്യങ്ങൾ ദുൽഖഅദ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടതുണ്ട്. അറിഞ്ഞിരുന്നാൽ വളരെ ഗുണമാണ്, വളരെ ഗുണമാണ്. ഇനി ദുൽഖഅദ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 11 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഈ മാസത്തിൻ്റെ പേരാണ്. പല ആളുകളും ചോദിക്കുന്നു, ഉസ്താദേ ഈ ദുൽഖഅദ എന്നാണോ, അതുപോലെ ദുൽഖിദ എന്നാണോ, ദുൽഖുഅദ എന്നാണ്, എന്താണ് പറയുന്നത്? ദുൽഖഅദ എന്ന പല ആളുകളും ദുൽഖാദ മാസം, ദുൽഖാദ എന്ന് പറയും, ദുൽഖാദ മാസം, അത് ദുൽഖിദ മാസം, അങ്ങനെ പല രൂപത്തിലാണ് ആളുകൾ പറയാറുള്ളത്. എന്താണ് കറക്റ്റ് അതിൻ്റെ ഉച്ചാരണം എന്താണ്? ദുൽഖഅദ എന്നാണ് അതിൻ്റെ ഉച്ചാരണം. ദുൽഖഅദ.
അതുപോലെ ചില ആളുകൾ ദുൽഹജ്ജ മാസം അതിന് വരുന്നത്, നമ്മൾക്ക് ഇനി ഹജ്ജിൻ്റെ മാസം ദുൽഹജ്ജ മാസമല്ലേ, ദുൽഹജ്ജ എന്ന് പറയാറുണ്ട്, അതുപോലെ ദുൽഹുജ്ജ എന്ന് പറയാറുണ്ട്. അതൊക്കെ തെറ്റാണ്. ദുൽഹിജ്ജ മാസം, ദുൽഖഅദ മാസം, ദുൽഹിജ്ജ മാസം, ദുൽഖഅദ മാസം, ദുൽഹിജ്ജ മാസം. എന്താണ് അതിൻ്റെ അർത്ഥം? ദുൽഹിജ്ജ എന്ന് പറഞ്ഞാൽ ദു എന്ന് പറഞ്ഞാൽ എന്താ? ഉടയത് എന്നാണ് മലയാളത്തിൽ അർത്ഥം. ദു എന്ന് പറഞ്ഞ അറബി ആ വാക്കിൻ്റെ അർത്ഥം ഉടയതെന്നാണ്. മാൽ സമ്പത്തുടയവൻ, ബൈത്തുടയവൻ. അതുപോലെ തന്നെ ദുൽഹിജ്ജ ഹജ്ജ് ഉടയ മാസം, അതായത് ഹജ്ജ് ഉള്ള മാസമാണ് എന്ത്? ദുൽഹിജ്ജ മാസം. അതുപോലെ തന്നെ ദുൽഖഅദ എന്ന് പറഞ്ഞാൽ എന്താ? ഇരിക്കുന്ന മാസം എന്നാണ് ഈ ദുൽഖഅദ മാസത്തിന്റെ അർത്ഥം. ലിൽ ഖുഊദി അനിൽ ഖിതാൽ, യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമായതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ അന്നത്തെ കാലത്ത് അറബികൾ ഇരിക്കുന്നു, വേറെ പുറത്തേക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഇരിക്കുന്ന മാസം എന്ന അർത്ഥമുള്ള ഒരു പേരാണ് ഈ മാസത്തിന് വെക്കപ്പെട്ടിട്ടുള്ളത്, ദുൽഖഅദ എന്നുള്ളത്. രണ്ടാമത്തെ പ്രത്യേകത, അറബിക് കലണ്ടർ അനുസരിച്ച് 11ാമത്തെ മാസമാണ് ദുൽഖഅദ മാസം. ഈ ദുൽഖഅദ എന്ന് ഈ മാസത്തിന് പേര് വെച്ചത് ആരാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 5ാമത്തെ വല്യുപ്പയാകുന്ന കിലാലു ബിൻ മുറ എന്ന് പറയുന്ന മഹാനവറുകളാണ് ഈ മാസത്തിന് ദുൽഖഅദ എന്ന് പേര് വെച്ചത് എന്നാണ്. അതായത് അറബികൾ യുദ്ധത്തിനൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് ഈ മാസത്തിന് ദുൽഖഅദ, വീട്ടിൽ തന്നെ ഇരിക്കുന്ന മാസം എന്ന് പേര് വെക്കപ്പെട്ടു. മൂന്നാമത്തെ പ്രത്യേകത, യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണ്, അഥവാ പവിത്രമായ മാസമാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും എന്നാണ് വിശുദ്ധമായ ഖുർആൻ ഈ മാസങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അതായത് യുദ്ധം ഹറാമാക്കപ്പെട്ട 4 മാസം, പവിത്രമായ 4 മാസങ്ങൾ. ഒന്ന് റജബ്, അതുപോലെ ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം. ഈ 4 മാസങ്ങൾ, ഈ 4 മാസങ്ങളിൽ യുദ്ധം ചെയ്യൽ ഹറാമാണ്. അതുകൊണ്ട് തന്നെ അറബികൾ സ്വന്തം വാപ്പാനെ കൊന്ന ആളുകൾ മുന്നിലൂടെ പോയാലും മൈൻഡ് പോലും ചെയ്യാത്ത മാസമായിരുന്നു ഈ മാസങ്ങൾ. അതുകൊണ്ട് യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണ്, അഥവാ പവിത്രമായ മാസങ്ങളാണ് ഈ 4 മാസങ്ങൾ, പ്രത്യേകിച്ച് ദുൽഖഅദ മാസം. 4ാമത്തെ പ്രത്യേകത, ഹജ്ജിന്റെ വിളംബര മാസമാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന, ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ നടത്തുന്ന മാസമാണ് ഇനി വരുന്ന ദുൽഖഅദ മാസം. അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്ത്, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട മാസങ്ങളിലാണ്, അല്ലെ? റമദാൻ കഴിഞ്ഞു, പിന്നെ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഹജ്ജിന്റെ ഒരുക്കമാണ്. ശവ്വാലും അതുപോലെ ദുൽഖഅദ, അതൊക്കെ എന്താണ്? ഹജ്ജുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരുക്കങ്ങൾ നടത്തുന്ന മാസമാണ്. അപ്പൊ അതുകൊണ്ട് ഹജ്ജിന്റെ വിളംബര മാസമാണ് ദുൽഖഅദ മാസം. 5ാമത്തെ പ്രത്യേകത, തെറ്റുകൾ ചെയ്താൽ കൂടുതൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും ശിക്ഷ കിട്ടുന്ന മാസമാണ്. നമ്മൾ 11 മാസവും ചെയ്യുന്നത് പോലെയല്ല റമദാൻ മാസത്തെ നമ്മൾ ഇബാദത്ത് എടുക്കുന്നു, കൂടുതൽ ഇബാദത്ത് എടുക്കും. അതുപോലെ തന്നെ 11 മാസവും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്കുള്ള ശിക്ഷയല്ല റമദാനിൽ ഒരാൾ തെറ്റ് ചെയ്താൽ. റമദാനിൽ ഒരാൾ അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ അവന് ഇരട്ടി ശിക്ഷയാണ്. അള്ളാഹു കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ വെച്ച് തെറ്റ് ചെയ്യുന്നത് പോലെയല്ല പള്ളിയിൽ വെച്ച് തെറ്റ് ചെയ്താൽ, നമ്മൾ ഹറമിൽ വെച്ച് തെറ്റ് ചെയ്താൽ കൂടുതൽ ശിക്ഷയാണ്. അതുപോലെ മറ്റ് പുസ്തകങ്ങൾ നമ്മൾ എടുക്കുന്നത് പോലെയല്ല ഖുർആനിനോടുള്ള നമ്മുടെ പെരുമാറ്റം ഉണ്ടാവേണ്ടത്. അപ്പോൾ അള്ളാഹു ആദരിച്ച, അള്ളാഹു ബഹുമാനിച്ച ഒരുപാട് വസ്തുക്കളുണ്ട്, ഒരുപാട് മാസങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു മാസമാണ് ദുൽഖഅദ മാസം. ആ ദുൽഖഅദ മാസത്തെ ഒരു മനുഷ്യൻ അനാദരിക്കുന്നതിൽ പെട്ടതാണ് അവൻ ആ മാസത്തിൽ തെറ്റ് ചെയ്യുക എന്നുള്ളത്. തെറ്റ് ചെയ്താൽ കൂടുതൽ ശിക്ഷയുണ്ടാകും. അതുകൊണ്ട് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഞാനൊരു ദുആ പറഞ്ഞു തരാം. ദുൽഖഅദ മാസത്തിൽ ഒരു മനുഷ്യൻ ഒരു ദുആ പറഞ്ഞാൽ എന്താണ് ആ ദുആ? اللهم اغفر لي ذنوبي يا غافر المذنبين اللهم اغفر لي ذنوبي يا غافر المذنبين اللهم اغفر لي ذنوبي يا رب العالمين എന്ന് ഒരാൾ പറഞ്ഞാൽ അവന്റെ 30 ലക്ഷത്തോളം പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്നാണ്. എന്താ ദുആ പറയേണ്ടത്? അല്ലാഹുവേ ഇഗ്ഫിർ ലി, നീ എനിക്ക് പുറത്തു തരണേ, ദുനൂബി, നീ എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ, യാ ഗാഫിറൽ മുദ്നിബീൻ, പാപങ്ങൾ എത്ര ചെയ്താലും പുറത്തു തരുന്ന ഗഫാറായ അല്ലാഹ്, അടിമകളുടെ തെറ്റുകൾ പുറത്തു കൊടുക്കുന്ന അല്ലാഹ്, നീ എൻ്റെ പാപം പുറത്തു തരണേ അല്ലാഹ് എന്നാണ് ആ ദുആഇന്റെ അർത്ഥം. അതുകൊണ്ട് ഈ വരുന്ന ദുൽഖഅദ മാസം, അതുപോലെ ദുൽഹിജ്ജ മാസം, അല്ലാഹു ആദരിച്ച ബഹുമാനിച്ച 4 മാസങ്ങളുണ്ട്. റജബ് മാസം, ദുൽഖഅദ മാസം, ദുൽഹിജ്ജ മാസം, മുഹറം മാസം. ഈ പവിത്രമായ മാസങ്ങളിൽ ഒരു മനുഷ്യൻ അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ ഗാഫിറൽ മുദ്നിബീൻ എന്നൊരാൾ ദുആ ചെയ്താൽ അവന്റെ 30 ലക്ഷത്തോളം തെറ്റുകൾ അല്ലാഹു പുറത്തു കൊടുക്കും.
കൊടുക്കുന്നതാണ്. ആറാമത്തെ പ്രത്യേകത, ഉംറയുടെ മാസമാണ് പരിശുദ്ധമായ ദുൽഖഅദ മാസം. ഉംറയുടെ മാസമാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ ചില ആളുകൾക്കുള്ള അന്ധവിശ്വാസമായിരുന്നു ഈ ദുൽഖഅദ മാസത്തിൽ ഉംറ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഉംറ ചെയ്താൽ വലിയ ശിക്ഷയുണ്ടാകുമെന്നൊക്കെ അന്ധവിശ്വാസം പറഞ്ഞു പരത്തി. അതിനെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശബ്ദിക്കുകയും നബി തങ്ങൾ ജീവിതത്തിൽ ആകെ 4 ഉംറയാണ് ചെയ്തിട്ടുള്ളത്. ആ 4 ഉംറയും നടന്നത് പരിശുദ്ധമായ ദുൽഖഅദ മാസത്തിലായിരുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉംറ ചെയ്തത് നബി തങ്ങളുടെ ഹജ്ജിന്റെ കൂടെയാണ്. ആ ഹജ്ജിന് വേണ്ടി നബി തങ്ങൾ ആ ഉംറ ചെയ്യുമ്പോൾ ആ ഉംറയുടെ ഇഹ്റാം കെട്ടിയത് ഈ ദുൽഖഅദ മാസത്തിലാണ്. ബാക്കി 3 ഉംറ, അതായത് ഹുദൈബിയ ഉംറ, ആ ഹുദൈബിയക്ക് മുമ്പും ശേഷമൊക്കെ നടന്ന ഉംറകൾ, അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ ഇഹ്റാം കെട്ടിയതും അതിന്റെ ഉംറയൊക്കെ നടന്നത് ഈ പരിശുദ്ധമായ ദുൽഖഅദ മാസത്തിലാണ്. അതുകൊണ്ട് ഉംറ ചെയ്യൽ കൂടുതൽ പുണ്യമുള്ള ഒരു മാസം കൂടിയാണ് ദുൽഖഅദ മാസം. അപ്പൊ പ്രത്യേകിച്ച് ഈ മാസത്തിൽ നമ്മൾ ഉംറ ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയ പുണ്യമുള്ള കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉംറ ചെയ്ത 4 ഉംറ ചെയ്തു. ആ 4ഉം എന്താണ്? ഈ ദുൽഖഅദ മാസത്തിലായിരുന്നു ചെയ്തിരുന്നത്. ഏഴാമത്തേത്, നന്മകൾ ചെയ്താൽ കൂടുതൽ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ഒരു മാസം കൂടിയാണ് ദുൽഖഅദ മാസം. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാ എന്ന പരിശുദ്ധമായ ഖുർആൻ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, അൽ ഹസനാത്തു ഫീഹി തുദ്അഫു വകദാലിക സയ്യിആത്ത്. നന്മകൾ ചെയ്താൽ കൂടുതൽ പ്രതിഫലവും തിന്മകൾ ചെയ്താൽ കൂടുതൽ ശിക്ഷയും കിട്ടുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് നന്മകൾ അധികരിപ്പിക്കുക, നമുക്ക് പറ്റുന്ന രൂപത്തിൽ നന്മകൾ അധികരിപ്പിക്കുക, നമുക്ക് ഒരുപാട് ഇരട്ടി കൂലി കിട്ടും. പിന്നെ 8ാമത്തേത്, സുന്നത്ത് നോമ്പിന്റെ മാസം കൂടിയാണ്. അഫ്ളലു ശുഹൂരി ഇൻദ സൗമി റമളാൻ അൽ അഷ്ഹുറുൽ ഹുറും എന്നാണ് ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ നോമ്പ് പിടിച്ചാൽ കൂലി കിട്ടുന്ന മാസങ്ങൾ, അത് അല്ലാഹു ആദരിച്ച മാസം മുഹറം, റജബ്, ദുൽഹിജ്ജ, ദുൽഖഅദ, ഈ 4 മാസങ്ങളിൽ നോമ്പ് പിടിച്ചാൽ വലിയ കൂലിയാണ്. അപ്പോൾ അതുകൊണ്ട് റമളാൻ മാസത്തിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ ദുൽഖഅദ മാസത്തിൽ തന്നെ നമുക്ക് പിടിച്ചു വീട്ടാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് തിങ്കളാഴ്ച വ്യാഴാഴ്ചയൊക്കെ പറ്റുന്നവർ നോമ്പ് പിടിക്കുക. പിന്നെയോ 9ാമത്തേത്, മറ്റൊരു പ്രത്യേകത, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു തആല നോമ്പ് പിടിക്കാൻ പറഞ്ഞു. വഅദ്നാ മൂസ 30 ലൈല എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്. തൗറാത്ത് വാങ്ങാൻ വേണ്ടി മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു തആല നോമ്പ് പിടിക്കാൻ 30 ദിവസം നോമ്പ് പിടിക്കാൻ പറഞ്ഞത് ഈ മാസത്തിലാണെന്നാണ്. ഈ മാസത്തിലാണ്, അതൊരു ദുൽഖഅദ മാസത്തിലായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. 10ാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട, അല്ലേ, ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട ആ ഒരുക്കങ്ങൾ നടത്തുന്ന മാസമാണ്. അതിൻ്റെ കാശ് അടക്കലും അതിൻ്റെ ഷെയർ ചേരലും മൃഗത്തെ നമ്മൾ അന്വേഷിക്കലും മൃഗത്തെ വാങ്ങിക്കൊണ്ടുവരലും അതിനെ സംരക്ഷിക്കലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ദുൽഖഅദ മാസത്തിലാണ്. ആ ഒരു പ്രത്യേകത കൂടി ഈ മാസത്തിനുണ്ട്. പിന്നെയോ 11ാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മാസത്തിൽ മരണപ്പെട്ട ആളുകൾ, അതായത് മഹാനായ ഇബ്നു ഹിഷാം തങ്ങൾ, അതുപോലെ ഇമാം അബ്ദുല്ലാഹിബിന് ഹദ്ദാദ്, അല്ലെ, ഹദ്ദാദ് റാത്തീബ് നമ്മൾ ഓതാറില്ലേ, അതിൻ്റെ രചയിതാവായ മഹാനായ അബ്ദുല്ലാഹിബിന് ഹദ്ദാദ് തങ്ങൾ വഫാത്തായ മാസമാണ്. അതുപോലെ ഖാദി അബൂബക്കർ ബാഖില്ലാനി തങ്ങൾ, ഇമാം റാഫിഈ, അതുപോലെ ടിപ്പു സുൽത്താൻ, നമ്മൾ കേരളത്തിൽ എടുത്തു നോക്കിയാൽ കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ, അതുപോലെ വേങ്ങര കോയപ്പാപ്പ, കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ, സയ്യിദ് ഹാമിദ് കോയാച്ചങ്ങൾ, അന്ത്രുപ്പാപ്പ, അതുപോലെ തന്നെ CH ഹൈദർ മുസ്ലിം തുടങ്ങിയ ഒരുപാട് മഹത്തുക്കൾ വഫാത്തായ ഒരു മാസം കൂടിയാണ് പരിശുദ്ധമായ ഈ ഒരു ദുൽഖഅദ മാസം. അപ്പോൾ ഒരുപാട് ശ്രേഷ്ഠതകൾ, പ്രത്യേകതകൾ അടങ്ങിയ ഈ ദുൽഖഅദ മാസം നമ്മളിലേക്ക് ഇതാ വരാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഈ കടന്നു വരുന്ന ദുൽഖഅദ മാസത്തിൽ നമ്മൾ ഒരുപാട് കണ്ട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അതുപോലെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, ആ ദുആ നമ്മൾ അധികരിപ്പിക്കണം. റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അന്തൽ വഹാബ്. റബ്ബേ, ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകിയതിനു ശേഷം അത് ഞങ്ങളിൽ നിന്നും ഊരിക്കളയരുതെന്ന് അർത്ഥം വരുന്ന, നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോവരുത് നമ്മൾ അല്ലാഹുവോട് ചോദിക്കുന്ന ആ മഹത്തായ ദുആ, റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അന്തൽ വഹാബ്. പിന്നെ അറിയാവുന്ന സൂറത്തുകൾ, ആയത്തുകളൊക്കെ ഒരുപാട് കണ്ടോതുക, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ മാറും. മഴയില്ലാത്ത കാലമാണ്, ചൂട് മാറി മഴയുണ്ടാവാൻ, നല്ല ഹൈറായ മഴയുണ്ടാവാൻ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. അല്ലാഹു തആല ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അതൊക്കെ അനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കട്ടെ. എല്ലാ വിഷമ സങ്കട പ്രയാസങ്ങളും അള്ളാഹു താല മാറ്റി തരട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു താല മഗ്ഫിറത്ത് നൽകട്ടെ. അള്ളാഹു നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അള്ളാഹു നമ്മളെ എല്ലാ അമലുകളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കട്ടെ. ആമീൻ. ആരൊക്കെ നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞു, ഓരോ വീഡിയോകൾക്ക് താഴെ ഉസ്താദേ ദ്വാരക്കണേ, ഉസ്താദേ ദ്വാരക്കണേ പറ. എത്രയോ ഉമ്മമാരാ, എത്രയോ ഉപ്പമാരാ. ചില ആളുകൾ വിളിച്ചിട്ട് ഉസ്താദ് ഞങ്ങൾക്ക് കമന്റ് എഴുതാനൊന്നും അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ ദ്വാരക്കണേ എന്ന് പറയുന്ന ആളുകളുണ്ട്, നേരിട്ട് കണ്ട് പറയുന്ന ആളുകളുണ്ട്. റബ്ബേ, ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞു എല്ലാവരുടെയും കാര്യം നീ ഏറ്റെടുക്കണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.